ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമുക്കൊന്നൊരു അടിപൊളി മിനി വ്ളോഗ് കണ്ടാലോ. അപ്പോൾ നമ്മളൊരു ഗോൾഡ് പർച്ചേസിന് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ പോയത് കവിത ജ്വല്ലറിക്കാണ്. അതായത് മഞ്ചേരി പുതിയ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി കളക്ഷൻസ് ആട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അവിടുത്തെ സ്റ്റാഫായാലും അടിപൊളി സ്റ്റാഫാണ്. അപ്പോൾ നമ്മൾ കുറേ എന്താ പറയുക, ഭയങ്കര അടിപൊളി കളക്ഷൻസ്. ഇയറിങ്സ് ആയാലും ബാങ്കിലായാലും ബ്രേസ്ലെറ്റ് ആയാലും ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡിൽ കളിക്കുന്നത്. അതൊക്കെ നല്ല അടിപൊളി മോഡൽസ് ഉണ്ട്. ഇയറിങ്സാണ്, ഞാൻ ഇയറിങ്സ് എടുക്കാനാണ് വന്നത്. അപ്പോൾ ഇയറിങ്സിൽ തന്നെ ഡയമണ്ടിലെ കളക്ഷൻസൊക്കെ നല്ല അടിപൊളി കളക്ഷൻസ്, ഒന്നും പറയില്ല, അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസാണ്. പിന്നെ കുറച്ചൊക്കെ പിന്നെ നമ്മൾ പെണ്ണുങ്ങളായ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് രണ്ടെണ്ണം നമ്മളവിടെ മാറ്റി വെച്ചു. പിന്നെ എല്ലാത്തിനും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കി. ഞാൻ പൊതുവെ തൂക്കല്ല ഇയറിങ്സ് യൂസ് ചെയ്യലില്ല. ഞാൻ യൂസ് ചെയ്യൽ സ്റ്റഡ് ഐറ്റംസിനോടാണ് എനിക്ക് കുറച്ചും കൂടി താല്പര്യം. ഇതിൻ്റെ ഇടയിൽ മോക്ക് വാഷ്റൂം പോകാണ്ടെന്ന് പറഞ്ഞപ്പോൾ മുകളിൽ ചെന്നപ്പോൾ കുട്ടികൾക്കായിട്ട് പാർക്കിംഗ് ഏരിയ വരെ ഉണ്ട്. വാഷ്റൂം ആയാലും നല്ല നീറ്റ് വാഷ്റൂമും കാര്യങ്ങളൊക്കെ, നല്ല എന്താ പറയുക, വിശാലമായ ഷോറൂം എന്ന് തന്നെ പറയുന്നു. അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. നല്ല കളക്ഷൻസും ഉണ്ട്. നെക്ലേസൊക്കെ എന്താ അടിപൊളി. ഇയറിങ്സ് എടുത്തപ്പോൾ ഒരു റിങ്ങും കൂടി എടുക്കാൻ വിചാരിച്ചു. റിങ്ങിൻ്റെ കളക്ഷൻസിലൊക്കെ ഒന്നും പറയാനില്ല. പല മോഡൽ, വെറൈറ്റി മോഡൽസാണ് കേട്ടോ, എല്ലാ മോഡൽ. അപ്പോൾ എനിക്ക് സിമ്പിളായിട്ടുള്ള ഇയറിങ്സിനോടാണ് കുറച്ചും കൂടി താല്പര്യം. ഞാൻ അങ്ങനെ ഹെവി ഉപയോഗിക്കലില്ല. സിമ്പിളായാലും ഞാൻ യൂസ് ചെയ്യലൊന്നുമില്ല, ജസ്റ്റ് വാങ്ങി വെക്കുന്നേ ഉള്ളൂ. നല്ല അടിപൊളി ഇയറിങ്സ്. ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തത് ആ ഇയറിങ്സ് ആട്ടോ. ഞാൻ ഇപ്പോൾ ജസ്റ്റിൻ്റെ കയ്യിലിട്ട് കാണിച്ചില്ലേ, അതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. കുറേ ഉണ്ട്. പിന്നെ ഹസ്ബൻഡിന് ഇഷ്ടമായതാണ് നമ്മൾ എടുത്തത് കേട്ടോ. ഈ ഇയറിങ്സാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്. കുറേ നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ നോക്കിയിട്ട് ഒന്ന് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ സെലക്ട് ചെയ്തു. ബ്രേസ്ലെറ്റ് എന്താ അടിപൊളി ബ്രേസ്ലെറ്റ്. അത് ബില്ല് ചെയ്യാൻ വെച്ചു. ബില്ല് ചെയ്ത് ക്യാഷൊക്കെ കൊടുത്ത് നമ്മൾ പോന്നു കേട്ടോ. അപ്പോൾ ഇയറിങ്സ് ഞാൻ ജസ്റ്റ് ഒന്നൊരു പിക്ക് എടുക്കാൻ വിചാരിച്ചിട്ട് ജസ്റ്റ് പിക്കൊക്കെ എടുത്തു. പിന്നെ അവർക്കെന്തോ ഒരു കുറി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, പണിക്കൂലില്ലാതെ തന്നെ. അങ്ങനെ 1 വർഷത്തിൻ്റെ കുറിയൊക്കെ ഉണ്ട്, അതൊക്കെ പരിചയപ്പെടുത്തി തന്നു. അത് നമ്മൾ എടുത്തില്ല. പിന്നെ എൻ്റെ കമ്മലിട്ടിട്ട് 1 വർഷം 1.5 വർഷം എങ്ങാണ്ടായിരുന്നു. അപ്പോൾ കാതിൻ്റെ ഓട്ടൊക്കെ ഏകദേശം തീരുമാനമായിക്കണ്. അപ്പോൾ അത് അയച്ചിങ്ങന്ന് കുത്തി എനിക്കെന്താ വെച്ചാൽ ഇപ്പോൾ കുറച്ചായിട്ട് പെയിൻ സഹിക്കാനുള്ള കട്ടിച്ചിരി കുറവാണ്. എനിക്ക് പേടിയാണ്. അതിലും അങ്ങനെ ഇങ്ങനെ ഒപ്പിച്ച് കുത്തി വാങ്ങി തന്നല്ലേ വിചാരിച്ച് നമ്മൾ കമ്മലൊക്കെ ഇട്ട് പിന്നെ കുട്ടികളെ വെയ്ത്താലെ പാഞ്ഞ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബായ്.